പ്രിയരെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 22 മുതൽ GST 2.0 നടപ്പിലാവും. എന്താണ് GST? GSTയെക്കുറിച്ച് അറിയേണ്ടതെല്ലാമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇത് GST എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏവർക്കും ഗുണകരമാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ തുടങ്ങട്ടെ. GST എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വാറ്റ് എന്ത് എന്ന് മനസ്സിലാക്കണം. വാല്യൂ ആഡഡ് ടാക്സ് ആണ് വാറ്റ്. ഇന്ത്യയുടെ ടാക്സ് സ്ട്രക്ചർ ഭരണഘടനാപരമായി നമുക്കതിനെ 4 തരംതിരിക്കാം. 4 കാറ്റഗറികളായി. കാറ്റഗറി 1, ചുമത്തുന്നതിനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന്, അതിൻ്റെ അങ്ങനെ ചുമത്തി കിട്ടുന്ന ടാക്സ് മുഴുവൻ ഉപയോഗിക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ്റിന്. രണ്ടാമത്തെ കാറ്റഗറി, ചുമത്തുന്നതിനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന്, അത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ഡിവൈഡ് ചെയ്യും. മൂന്നാമത്തത്, ചുമത്തുന്ന അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. നാലാമത്തത്, ചുമത്തുന്നതിനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, അത് ഉപയോഗിക്കുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒന്നാമത്തെ കാറ്റഗറി, ചുമത്തുന്ന അധികാരം സെൻട്രൽ ഗവൺമെൻറ്, ഉപയോഗിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്. കസ്റ്റംസ് ഡ്യൂട്ടി, കോർപ്പറേഷൻ ടാക്സ് ഓർ കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് എത്രയെന്ന് ചുമത്തും, സെൻട്രൽ ഗവൺമെൻറ് ഉപയോഗിക്കും. രണ്ടാമത്തത്, ചുമത്തുന്ന അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന്, അത് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്സ്, സെൻട്രലും സ്റ്റേറ്റ് തമ്മിൽ പങ്കുവയ്ക്കും. ഉദാഹരണം, പേഴ്സണൽ ഇൻകം ടാക്സ്. മൂന്നാമത്, ചുമത്തുന്ന അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിൽക്കാണ്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനിടയിൽ വിന്യസിക്കപ്പെടും. നാലാമത്തത്, അതാണ് പ്രധാനപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ് വരുമാന മാർഗമായിരുന്നത്, സെയിൽസ് ടാക്സ്. ചുമത്താനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക്, അത് പൂർണ്ണമായി വിനിയോഗിക്കുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളായിരുന്നു. ഇതായിരുന്നു ഇന്ത്യയിൽ 2005 വരെ നിലനിന്നിരുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പണം ആവശ്യമുള്ളപ്പോൾ അവർ ഓരോ കമോഡിറ്റിക്കും ടാക്സ് വർദ്ധിപ്പിക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ വ്യതിയാനപ്പെടുത്തുകയോ ചെയ്യും. അതുതന്നെ ഒരേ കമോഡിറ്റിക്ക് കർണാടകത്തിലൊരു ടാക്സ്, കേരളത്തിലൊരു ടാക്സ്, തമിഴ്നാട്ടിലൊരു ടാക്സ്, ഒരു ടാക്സ് വാർ ആയിരുന്നു ഇന്ത്യയിൽ നടന്നിരുന്നത്. സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിങ് ടാക്സ് മെത്തേഡായിരുന്നു, അഥവാ ഒരു കാസ്കേഡിങ് എഫക്റ്റ്. ടാക്സ് ഓൺ ടാക്സ്, ടാക്സിൻ്റെ പുറത്ത് ടാക്സ് ഉള്ള ഒരു ടേൺ ഓവർ ടാക്സ് മെത്തേഡായിരുന്നു. ലോകത്തെ എല്ലായിടത്തും പല രാജ്യങ്ങളിലും കാസ്കേഡിങ് ടാക്സ് അഥവാ ടാക്സ് ഓൺ ടാക്സ് ഒക്കെ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ പല രാജ്യങ്ങളും മാറിയിട്ടുണ്ട്, നമ്മളും മാറി. എന്താണ് വാറ്റിലേക്ക് വന്നത്? വാറ്റിൽ വരുന്നതിന് മുമ്പേ ഈ ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്നത് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഒരുപാട് കാരണമായിട്ടുണ്ട്. ടാക്സ് വർദ്ധിപ്പിക്കുമ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ഉപഭോഗം കുറയുകയും അപ്പോൾ ഉത്പാദനം സ്വാഭാവികമായി കുറയുകയും ഡിമാൻഡ് എലാസ്റ്റിസിറ്റി കുറയുന്നത് കാരണം ഉപഭോഗം കുറയുകയും ഉത്പാദനം കുറയുകയും അത് ലേബർ മാർക്കറ്റിനെയും എല്ലാം എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ പ്രതീക്ഷിച്ച വരുമാനം കിട്ടുന്നുമുണ്ടായിരുന്നില്ല. ഇതിനൊരു മാറ്റം ആദ്യമായി ചിന്തിച്ചത് 1919 ജർമ്മൻ ഇൻഡസ്ട്രിയലിസ്റ്റ് വ്യവസായിയായിരുന്ന വില്യം വോൺ സീമൻസ് ആയിരുന്നു. ആദ്യമായി വാറ്റ് എന്ന ആശയം, വാല്യൂ ആഡഡ് ടാക്സ്, ടാക്സിൻ്റെ കാസ്കേഡിങ് എഫക്റ്റ് മാറ്റാനായി, ടാക്സ് ഓൺ ടാക്സ് ഇഫക്റ്റ് മാറ്റാനായി ഇങ്ങനൊരു ആശയം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. എന്നാൽ അത് നടപ്പിലായത് ആദ്യമായിട്ട് 1954 ഫ്രാൻസിലാണ്. അതിൻ്റെ പിതാവ് എന്ന് പറയുന്നത് മോറിസ് ല്യോർ, ഫ്രഞ്ച് ടാക്സ് ഓഫീസറായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 160 പരം രാജ്യങ്ങളിൽ വാറ്റ് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലും വാറ്റ് തന്നെയാണ്, വാറ്റ് മോഡൽ. വാറ്റ് എന്ന് പറയുന്നൊരു പുതിയ ടാക്സ് അല്ല, ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, ടാക്സ് ചുമത്തുന്ന മെത്തേഡ് മാത്രമാണ്, രീതി മാത്രമാണ്. ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ വാറ്റ് വരുന്നതിന് മുമ്പേ, വാറ്റ് വരുന്നത് 2005 അതിന് മുമ്പേ ഒരു സെയിൽസ് ടാക്സ് റെഷീം, സെയിൽസ് ടാക്സ് രീതിയായിരുന്നു. അതൊരു ടാക്സ് ഓൺ ടാക്സ് ആയിരുന്നു, ഒരു കാസ്കേഡിങ് ഇഫക്റ്റ്, ടാക്സിൻ്റെ പുറത്ത് ടാക്സ് എന്നൊരു കാസ്കേഡിങ് ഇഫക്റ്റ് ആയിരുന്നു. എന്നാൽ 2005 ഏപ്രിൽ 1 വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആദ്യം ഒറ്റ ഘട്ടമായിട്ടല്ല, 1-2 ഘട്ടമായിട്ടാണ്. ആദ്യം കുറേയധികം സംസ്ഥാനങ്ങൾ ജോയിൻ ചെയ്തു, പിന്നെ എല്ലാ സംസ്ഥാനങ്ങളും വാറ്റിലേക്ക് മാറി വരികയാണ് ചെയ്തത്. 2017 ജൂലൈ 1 മുതലാണ് ഇപ്പോഴത്തെ GST വന്നത്. സംസ്ഥാന വാറ്റുകളായിരുന്നു 2017 ജൂൺ 30 വരെ. അത് മാറി ഇന്ത്യ ഒരു ടാക്സ് റീജിയനായി മാറി. അപ്പോൾ GST എന്ന് പറയുന്നത് ഒരു വാറ്റ് ടാക്സേഷൻ മെത്തേഡ് തന്നെയാണ്, പക്ഷേ വിവിധ സംസ്ഥാന വാറ്റുകൾക്ക് പകരം ഒരു നാഷണൽ ടാക്സായി മാറി. നമുക്ക് എന്താണ് എന്നൊക്കെ പരിശോധിക്കാം.
നോക്കൂ, എന്താണ് ഈ ടാക്സ് ഓൺ ടാക്സ് കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്താണ്, അതുകൊണ്ട് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എത്രത്തോളം ലളിതമായി കസ്റ്റമേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ് എന്ന് ഈ ഒരു ചാർട്ട് കാണുമ്പോൾ നമുക്ക് നോക്കാം. ഒരു പ്രത്യേക ഒരു കമ്മോഡിറ്റി, ഈ പേനയുടെ കാര്യം എടുക്കുക. ഈ പേനയുടെ ടാക്സ് 10% ഒരു കച്ചവടക്കാരൻ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അയാൾ ടാക്സ് കൊടുത്താണല്ലോ വാങ്ങിക്കുന്നത്. ആ കൊടുക്കുന്ന ടാക്സിനെ ഇൻപുട്ട് ടാക്സ് എന്നാണ് വിളിക്കുന്നത്. ഒരു കച്ചവടക്കാരൻ അയാളുടെ കസ്റ്റമറിന് വിൽക്കുമ്പോൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കുന്ന ടാക്സിനെ ഔട്ട്പുട്ട് ടാക്സ് എന്ന് വിളിക്കും. ഇത് രണ്ട് കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ ഇൻപുട്ട് ടാക്സ്, ഔട്ട്പുട്ട് ടാക്സ് എന്ന രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. നോക്കൂ, മാനുഫാക്ചറർ ഹോൾസെയിലിന് വിൽക്കുന്നു, 100 രൂപയാണ് സാധനത്തിൻ്റെ വില, 10% ആ സാധനത്തിൻ്റെ ടാക്സ് എങ്കിൽ ഈ പേനയാണെന്നിരിക്കട്ടെ. മാനുഫാക്ചറർ ഹോൾസെയിലറിന് ഈ പേന 100 രൂപയ്ക്ക് പ്രൈസ് ചെയ്യുന്നു, 10% ടാക്സ്, 10 രൂപ ടാക്സ്. സെയിൽസ് ടാക്സ് റെഷീമിലും ഹോൾസെയിലർ വാങ്ങിക്കുന്ന 110-ന്, വാറ്റ് റെഷീമിലും ഹോൾസെയിലർ വാങ്ങിക്കുന്ന 110-ന്. ഇനി ഹോൾസെയിലർ റീറ്റെയിലറിന് 150 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നിരിക്കട്ടെ. അപ്പോഴും സാധനത്തിൻ്റെ വില 10%, 15 രൂപ ടാക്സ്. എന്ന് പറഞ്ഞാൽ റീറ്റെയിലർ വാങ്ങിക്കുന്നത് 165 രൂപയ്ക്കാണ്. എന്നാൽ ഇവിടെയാണ് സുപ്രധാനമായ വ്യത്യാസം. വാറ്റിൽ അത് 155 കുറയും. കാരണം അയാൾ വാങ്ങിച്ച സമയത്തുള്ള ടാക്സ്, അയാൾ എത്ര രൂപയ്ക്കാണ് ടാക്സ് കൊടുത്തത്? അയാൾ 10 രൂപയാണ് ടാക്സ് കൊടുത്തത്. ഇതിനാണ് അയാളുടെ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് ടാക്സിന് റീറ്റെയിലറിന് ഒരു ക്രെഡിറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് 165-ൽ നിന്ന് 10 രൂപ കുറച്ച് മാത്രമേ അയാളുടെ കോസ്റ്റ് ആകുന്നുള്ളൂ. അയാൾ 10 രൂപ ഓൾറെഡി കൊടുത്തു. അതായത് അയാൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിച്ച 15 രൂപ ടാക്സ് അല്ലേ, അയാൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിച്ച ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് 15 രൂപയാണ്. ഇത് അയാൾ ഗവൺമെൻറ്റിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ അയാൾ സാധനം വാങ്ങിച്ച 10 രൂപയ്ക്ക് ഇൻപുട്ട് ടാക്സിനൊരു ക്രെഡിറ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ ബാക്കി 5 രൂപ അയാൾ ടാക്സ് അടയ്ക്കുന്നുള്ളൂ. ഇതൊരു വലിയൊരു അത്ഭുതമാണ് ലോകത്ത് തന്നെ ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ, ടാക്സ് വ്യവസ്ഥിതിയിലുണ്ടാക്കിയത്. എന്തെന്ന് വെച്ചാൽ ഇയാൾ 165 രൂപ 15 രൂപ ടാക്സ് വാങ്ങിച്ചിട്ട് 5 രൂപ മാത്രമേ ടാക്സ് അടയ്ക്കുന്നുള്ളൂ. കാരണം അയാൾ വാങ്ങിച്ചപ്പോൾ കൊടുത്ത 10 രൂപയായ ഇൻപുട്ട് ടാക്സിന് ക്രെഡിറ്റ് കിട്ടി, 5 രൂപ ടാക്സ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് അയാൾ ചോദിക്കും, നിങ്ങൾ 15 രൂപ ടാക്സ് കളക്ട് ചെയ്തിട്ടിപ്പോൾ 5 രൂപയിലേ അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ അയാൾ പറയും, അല്ല സർ, ഞാൻ 10 രൂപ ഓൾറെഡി സാധനം വാങ്ങിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ പർച്ചേസ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും, വാങ്ങിച്ച അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും കാണിക്കാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് ഈ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും എളുപ്പമാക്കിയത്. ഇനി ഇത് കസ്റ്റമറിനെ എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു പടിയും കൂടെ പോയാൽ മനസ്സിലാകും. നോക്കൂ, 155 രൂപയ്ക്ക് റീറ്റെയിലർ, അയാളുടെ കോസ്റ്റ് 155 രൂപയായി. അയാൾ 200 രൂപയ്ക്കാണ് അത് വിൽക്കുന്നത്. അപ്പോൾ കസ്റ്റമർ വന്നപ്പോൾ 10% ടാക്സ് 20 രൂപ. അപ്പോൾ ഈ സെയിൽസ് ടാക്സ് റെഷീമിലാണെങ്കിൽ അയാൾ 220 രൂപയ്ക്കായിരിക്കും കസ്റ്റമറിന് കൊടുക്കുന്നത്. എന്നാൽ വാറ്റ് റെഷീമിൽ കസ്റ്റമറിന് അയാൾ 205 രൂപയ്ക്ക് കൊടുത്താലും അയാളുടെ മാർജിനായ 50 രൂപ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. കാരണം അയാൾക്ക് പർച്ചേസ് ഇൻപുട്ട് ടാക്സ് കഴിഞ്ഞിട്ട് 155 രൂപയായുള്ളൂ വാറ്റ് റെഷീമിൽ. അയാൾ 205 രൂപയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ അയാൾക്ക് ലാഭം കിട്ടി. എന്നാൽ ഇവിടെ അയാളുടെ മാർജിൻ എഫക്റ്റഡ് ആവും, കച്ചവടക്കാരൻ്റെ മാർജിൻ എഫക്റ്റഡ് ആവും എന്നുള്ളതുകൊണ്ടാണ് കച്ചവടക്കാരൻ ഈ പർച്ചേസ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് പലപ്പോഴും കാണിക്കാതിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വാറ്റ് റെഷീമിൽ സെയിൽസ് ടാക്സ് റെഷീമിനുള്ളതിനേക്കാൾ കസ്റ്റമറിന് 15 രൂപ ലാഭമുണ്ടായി. വാറ്റ് റെഷീമിൽ വാങ്ങിക്കുകയാണെങ്കിൽ 205 രൂപയ്ക്ക് റീറ്റെയിലറിന് കസ്റ്റമറിന് വിൽക്കാൻ പറ്റും. എന്നാൽ പഴയ സെയിൽസ് ടാക്സ് റെഷീമിലാണെങ്കിൽ കച്ചവടക്കാരൻ്റെ റീറ്റെയിലറിൻ്റെ മാർജിൻ എഫക്റ്റഡ് ആവാതെ വിൽക്കണമെങ്കിൽ അയാൾ 220 രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നേനെ. അപ്പോൾ തീർച്ചയായിട്ടും വാറ്റ് റെഷീമിൽ വന്നപ്പോൾ സാധനങ്ങളുടെ വില നല്ലതുപോലെ കുറഞ്ഞു എന്നത് ലോകവ്യാപകമാണ്. ഇതൊരു ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇപ്പോൾ ഗവൺമെൻറ് വാറ്റ് കുറച്ചപ്പോൾ, GST കുറച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത്? സാധനങ്ങളുടെ വില കച്ചവടക്കാർ കസ്റ്റമേഴ്സിന് പാസ് ഓൺ ചെയ്യുകയും സാധനങ്ങളുടെ വില കുറയും, ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. ഡിമാൻഡ് ഇലാസ്റ്റിക് ആകുമ്പോൾ സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുന്നു, കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു, അപ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടി വരും. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ലേബർ മാർക്കറ്റ് ഉഷാറാകും, രാജ്യത്തിൻ്റെ GDP വർദ്ധിക്കും. അങ്ങനെ വോളിയം കൂടുമ്പോൾ ഗവൺമെൻറ്റിന് ടാക്സ് നഷ്ടം യഥാർത്ഥത്തിൽ ഉണ്ടാവുകയും ഇല്ല. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം. എന്താണ് ഈ GSTയിലേക്ക് വരാൻ, എന്താണ് GST? ഞാൻ സൂചിപ്പിച്ചല്ലോ, 2005-ലാണ് നമ്മൾ വാറ്റിലേക്ക് വന്നത്. പക്ഷേ അന്ന് കേരള വാറ്റ്, തമിഴ്നാട് വാറ്റ്, കർണാടക വാറ്റ്, സാധനങ്ങളുടെ ഒരു ടാക്സ് യൂണിഫിക്കേഷൻ, ഒരേ ടാക്സ്, ഒരു കമ്മോഡിറ്റിക്ക് ഒരു ടാക്സ് എന്നൊരു കാര്യം പൊതുവിൽ വന്നിരുന്നില്ല. വന്നിരുന്നെങ്കിൽ കൂടെ
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതാത് സംസ്ഥാനങ്ങളിൽ മാത്രമേ കിട്ടുകയുള്ളായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ ഈ ഒരു സാധനം എറണാകുളത്ത് നിന്ന് വാങ്ങിക്കുന്നു. ഞാനൊരു കച്ചവടക്കാരനാണ്. എറണാകുളത്ത് നിന്നൊരു സാധനം വാങ്ങിക്കുന്നു, 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. ടാക്സ് 10 രൂപയാണെങ്കിൽ 10 രൂപ 110 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. ഈ സാധനം ഞാൻ കൊല്ലത്ത് കൊണ്ടുവന്ന് വിൽക്കുന്നു. 110 രൂപയുടെ സാധനം ഞാൻ 150 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 150 രൂപ. അപ്പോൾ 10% ടാക്സ്, 15 രൂപ ടാക്സ്, 165 രൂപ. അപ്പോൾ ഞാൻ നിങ്ങളുടെ നിന്ന് കളക്ട് ചെയ്ത ടാക്സിനെ ഞാൻ ഔട്ട്പുട്ട് ടാക്സ് എന്ന് വിളിക്കും. ഞാൻ സാധനം പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സിനെ ഇൻപുട്ട് ടാക്സ് എന്ന് വിളിക്കും. ഞാൻ നിങ്ങളുടെ നിന്ന് വാങ്ങിച്ച 15 രൂപയാണല്ലോ ടാക്സ്. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് 15 രൂപ. ഇത് ഞാൻ സർക്കാരിന് കൊടുക്കാനുള്ളതാണ്. എന്നാൽ GST വാറ്റ് റെഷീമിൽ ഞാൻ സാധനം വാങ്ങിച്ചപ്പോൾ കൊടുത്ത ടാക്സായ 10 രൂപയ്ക്ക് എനിക്ക് ക്രെഡിറ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഞാൻ 5 രൂപയെ കൊടുക്കുന്നുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ സ്ലൈഡിൽ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ഞാൻ 15 രൂപ ടാക്സ് കളക്ട് ചെയ്തിട്ട് 5 രൂപയെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് എൻ്റെ ചോദിക്കുന്നു, നീ 15 രൂപ ടാക്സ് കളക്ട് ചെയ്തിട്ട് 5 കൊടുക്കുന്നുള്ളൂ? അപ്പോൾ ഞാൻ പറയും, അല്ല സാർ, 10 ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് സാധനം വാങ്ങിച്ചപ്പോൾ. ഇതിനാണ് ITC അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ITC എന്ന് പറയും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇത് GST റെഷീമിന് മുമ്പേ എറണാകുളവും കൊല്ലവും കേരളത്തിലുള്ള സ്ഥലമാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് വാങ്ങിച്ച് കേരളത്തിൽ വിൽക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അർഹത ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ജൂലൈ 1, 2017 GST വന്നതോടെ ഇന്ത്യ ഒരു ടാക്സ് റീജിയനായി മാറി. ഒരൊറ്റ രാജ്യം, ടാക്സ് രാജ്യമായി മാറി. രാജ്യം മുഴുവൻ ഒരു സാധനത്തിന് ഒരു ടാക്സ്. അതുതന്നെ നമ്മൾ എവിടുന്ന് വാങ്ങിച്ചാലും നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. നോക്കൂ, ഞാൻ ഈ സാധനം വാങ്ങിച്ചത് സൂററ്റിൽ നിന്നാണെങ്കിൽ കൂടെ, സൂററ്റ് കേരളത്തിലല്ല, ഞാൻ സൂററ്റിൽ നിന്ന് വാങ്ങിച്ച് കൊല്ലത്ത് വിറ്റാൽ പോലും എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. അതാണ് സിംഗിൾ ടാക്സ് റീജിയനായി എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി 1-2 കാര്യങ്ങളൂടെ എനിക്ക് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാം ശ്രമിക്കാം. നോക്കൂ, എന്തൊക്കെ ബെനിഫിറ്റാണുള്ളത്. 1-2 ടെർമിനോളജികൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളൊരു സാധനം വാങ്ങിക്കുക, ഒരു 10,000 രൂപയുടെ ഒരു സാധനം വാങ്ങിക്കുകയാണെന്നിരിക്കട്ടെ. ഇതിൻ്റെ ടാക്സ് 10% ഈ ടാക്സ് ആർക്കൊക്കെയാണ് കിട്ടുന്നത്? നിങ്ങൾ പലപ്പോഴും, ഞാനിപ്പോൾ കൊല്ലത്ത് വന്നൊരു സാധനം, ഒരു ടെലിവിഷൻ വാങ്ങിച്ചു 10,000 രൂപ. ഇതിന് 10% ടാക്സ് എങ്കിൽ SGST 5%, CGST 5%. അപ്പോൾ 500 രൂപ SGST, 500 രൂപ CGST. അപ്പോൾ 11,000 രൂപയാണ് ഞാൻ ടാക്സായി കൊടുക്കേണ്ടി വരുന്നത്. ഈ ടാക്സ് കിട്ടുന്ന 500 രൂപ തുല്യമായി സംസ്ഥാന ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും വിഭജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ഞാൻ ഈ സാധനം ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് വാങ്ങിക്കുന്നു. 10,000 രൂപയുടെ TV ചെന്നൈയിൽ നിന്ന് വാങ്ങിക്കുന്നു, ടാക്സ് 10%. അപ്പോൾ ഒരു സംശയമുണ്ട്, 2 സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ആവുന്നു. കേരളക്കാരനായ ഞാൻ തമിഴ്നാട്ടിൽ പോയൊരു ടെലിവിഷൻ വാങ്ങിക്കുന്നു, 10% ടാക്സ്, 1000 രൂപ ടാക്സ് കൊടുക്കുന്നു. അപ്പോൾ ഏത് സംസ്ഥാനത്തിനാണ് ഇത് കിട്ടുന്നത്? GST എന്ന് പറയുന്നത് ഒരു കൺസംഷൻ ടാക്സാണ്. എവിടെയാണോ കൺസ്യൂം ചെയ്യുന്നത് ആ സംസ്ഥാനത്തിനാണ് ടാക്സ്. അതായത് ഞാൻ എൻ്റെ കേരളത്തിൽ അഡ്രസ്സ് കൊടുത്താണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ 500 രൂപ പോകുന്നത് തമിഴ്നാട്ടിലല്ല, കേരളത്തിലാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് പകുതി പോകും, കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് പകുതി കിട്ടും. അപ്പോൾ ചുമത്തുന്ന ഒരു ടാക്സിൻ്റെ പേരാണ് IGST എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് സെയിൽസ് ടാക്സ്. ഇതൊരു പുതിയൊരു ടാക്സ് അല്ല, ഇതൊരു ടെർമിനോളജി മാത്രമാണ്, ഒരു പേര് മാത്രമാണ്. IGST 10% ചുമത്തും എന്ന് പറഞ്ഞാൽ 1000 രൂപ ചുമത്തും. അപ്പോൾ 11,000 രൂപ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിൽ പകുതി സെൻട്രൽ ഗവൺമെൻറ് എടുത്തിട്ട് ബാക്കി പകുതി കേരള സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ബില്ല് ചെയ്ത് കേരള അഡ്രസ്സിൽ ആണെങ്കിൽ. അപ്പോൾ ആ ഒരു ഭാഗവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എന്തൊക്കെയാണ് GST കൊണ്ടുണ്ടായ ഗുണപരമായ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഇന്ത്യ മുഴുവൻ ഒരു ടാക്സ് റീജിയനായി മാറി. പണ്ട് പല സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരേ പ്രോഡക്റ്റിന് വിവിധ ടാക്സ്, അപ്പോൾ ടാക്സ് വാർ, ടാക്സ് യുദ്ധം നടന്നിരുന്ന സംസ്ഥാനങ്ങൾ തമ്മിൽ അതില്ല. ഒരു പ്രോഡക്റ്റ് ഒരു ടാക്സ് എന്നത് മാത്രമായി. മാത്രമല്ല, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. പണ്ട് സെയിൽസ് ടാക്സ് റെഷീമിൽ സർവീസുകൾ ടാക്സ് ചെയ്യപ്പെട്ടിരുന്നില്ല, അത് ഗുഡ്സ് ടാക്സ് ആയിരുന്നു. ഏതാണ്ട് 1995ഓടെയാണ് സർവീസുകളെ ടാക്സ് ചെയ്യാൻ തുടങ്ങിയത്. അതും സർവീസ് ടാക്സ് പ്രത്യേകം, ഗുഡ്സിനുള്ള ടാക്സ് പ്രത്യേകമായിരുന്നു. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്
ആയി മാറി. എന്ന് പറഞ്ഞാൽ സർവീസിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലും എടുക്കാൻ പറ്റും. ഞാനൊരു റെസ്റ്റോറൻ്റാണ് നടത്തുന്നതെങ്കിൽ അവിടെ സർവീസാണ് കൊടുക്കുന്നത്. ഞാൻ ചുമത്തുന്ന ടാക്സ്, അതിൽ ഞാൻ ഈ സർവീസ് കൊടുക്കാൻ ഉപയോഗിച്ച ഗുഡ്സിൻ്റെയും സർവീസുകളുടെയും ഇൻപുട്ട് ടാക്സിൻ്റെ ക്രെഡിറ്റ് എൻ്റെ എടുക്കാം എന്ന ഒരു ഭേദഗതി ഉണ്ടായി. 2, നമ്മൾ വാളയാറിലോ ആര്യങ്കാവിലൂടെയൊക്കെയോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ലോറികളിങ്ങനെ നീണ്ട ക്യൂ. എന്താണ്, പഴയ സെയിൽസ് ടാക്സ് റെഷീമിൻ്റെ സമയത്ത് നീണ്ട ക്യൂ ആണ്. നമ്മൾ കമോഡിറ്റികൾ, സാധനങ്ങളൊക്കെ ലോറിയിലൊക്കെ കൊണ്ടുവരുമ്പോൾ സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥന്മാർ നമ്മളെന്തോ ഒരു വലിയൊരു കുറ്റം ചെയ്തതുപോലെയാണ് നിൽക്കുന്നത്, നമ്മളെന്തോ സാധനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നത് പോലെ. എന്നാൽ തീർത്തും ഈ പറയുന്ന ചെക്ക് പോസ്റ്റുകൾ, സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റുകൾ അപ്രത്യക്ഷമായി അപ്രസക്തമാവുകയാണ് ചെയ്തത്. കാരണം ഇന്ത്യ ഒരു ടാക്സ് റീജിയനാണ്. എവിടുന്ന് വേണോ സാധനം കൊണ്ടുവരാം, ടാക്സ് ഡിവൈഡ് ചെയ്യപ്പെട്ടു പോകുന്നേ ഉള്ളൂ. സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് തമ്മിൽ തുല്യമായി ഡിവൈഡ് ചെയ്യപ്പെട്ടു പോകുന്നേ ഉള്ളൂ. അതോടെ ട്രക്കുകളുടെ റണ്ണിങ് അവേഴ്സ് നന്നായി കുറയുകയും ലാഭമുണ്ടാകുകയും ചെയ്തു. പണ്ട് അവർ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത് അവരുടെ സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റുകൾ അവേഴ്സ് നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സാധനങ്ങളുടെ വില, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധനങ്ങളുടെ വില കുറയുകയും അത് ട്രേഡിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയിൽ ടാക്സ് GST കൊണ്ടുവന്നപ്പോൾ ഒരു വലിയൊരു ഒരു 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 പരാതി ഉണ്ടായിരുന്നു. 2017 ജൂലൈ 1 ഈ GST നിലവിൽ വരുന്നത്. പക്ഷേ നമുക്ക് 4 തരം നിരക്കുകളായിരുന്നു. 5%, 12%, 18%, 28%. തീർന്നില്ല. ചില സിൻ ഗുഡ്സുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താത്ത കുറേ ഗുഡ്സുകളുണ്ടായിരുന്നു. പിന്നെ കുറേ സാധനങ്ങൾക്ക് 0% കുറേ സാധനങ്ങൾക്ക് 3%. സ്വർണം, സിൽവർ, വെള്ളി, ഇത് രണ്ടിനും 3%. പാല്, മുട്ടയ്ക്കൊക്കെ ടാക്സ് ഇല്ല, 0%. ബാക്കി എല്ലാ പൊതുവിലുള്ള എല്ലാ കമ്മോഡിറ്റികളും 5%, 12%, 18%, 28%. ഇങ്ങനെ മൾട്ടിപ്പിൾ റേറ്റ്സ്. അപ്പോൾ ഒരു GSTയുടെ ഒരു വികൃത രൂപമാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് എന്നൊരു പരാതി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി, ടാക്സ് ഡിസ്പ്യൂട്ടുകൾ വന്നാൽ പരിഹരിക്കാൻ ഒരു ട്രിബ്യൂണൽ സംവിധാനമില്ല. അപ്പോൾ പരിഹരിക്കാനുള്ള സംവിധാനമില്ലാത്തതുകൊണ്ട് പലപ്പോഴും ടാക്സ് അതോറിറ്റികളും ടാക്സ് പേയേഴ്സും തമ്മിൽ യുദ്ധവും പരാതികളുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനൊക്കെ ഹൈക്കോടതികൾ പോകേണ്ടി വരുന്നു. ഹൈക്കോടതികളുടെ ജോലിഭാരം വർദ്ധിക്കുന്നു. മാത്രമല്ല കൺസിസ്റ്റൻ്റായിട്ട് ഒരേപടിയുള്ള വിധികളല്ല വരുന്നത് എന്നൊക്കെയുള്ള പരാതികൾ, സമയമെടുക്കുന്നു എന്നുമൊക്കെ, പരാതി പരിഹൃതമാകാൻ സമയമെടുക്കുന്നുള്ള പരാതികളുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായ പരിഷ്കാരത്തിൽ ഈ വർഷം അവസാനം തന്നെ GST ട്രിബ്യൂണൽ, അതായത് പ്രത്യേക കോടതികൾ, GST പരാതികൾ പരിഹരിക്കാനുള്ള പ്രത്യേക കോടതികൾ വരുമെന്നതും സ്വാഗതാർഹമായ ഒരു വിവരമാണ്. നോക്കി, ഈ 4 റേറ്റാണ് കിടന്നിരുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു അപരിഷ്കൃതമായ ഒരു ടാക്സ് തന്നെയായിരുന്നു. 7 കൊല്ലത്തിൽ, 2017 ശേഷം ഇപ്പോൾ 2025, ഏതാണ്ട് 8 കൊല്ലത്തോളം എടുത്തു ഗവൺമെൻറ് ഇതിൽ തീരുമാനമെടുക്കാൻ. അത് നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നന്ദി പറയുന്നതിനോടൊപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം ഈ ട്രംപ് ഇഫക്റ്റാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്ക എന്നൊരു വലിയ റിച്ച് മാർക്കറ്റ് നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടപ്പോൾ നമുക്ക് മറ്റ് മാർക്കറ്റുകൾ തേടേണ്ടി വന്നു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് കൺസംഷൻ, ആഭ്യന്തര ഉപഭോഗവും വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ടാക്സ് കുറയ്ക്കാനായി ഗവൺമെൻറ് നിർബന്ധിതരായത്. നോക്കൂ, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ 12% ടാക്സും 28% ടാക്സും ഇല്ലാതായി. ഇതെല്ലാം ഏതാണ്ട് 5%-ലേക്കും 28-ൽ നിന്ന് 18-ലേക്കും വന്നു. അപ്പോൾ ടാക്സ് നിരക്കുകൾ കുറഞ്ഞു. സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ വില കുറയും. കാരണം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിക്കുകയും കോമ്പറ്റീഷൻ കാരണം തീർച്ചയായും കമ്പനികൾക്ക് ഈ ടാക്സ് കുറഞ്ഞ ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടി വരികയും ചെയ്യും. അല്ല, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് ചരിത്രം തെളിയിക്കുന്നത്. ഇനി ഒരു പുതിയ ടാക്സ് നിരക്ക് കൊണ്ടുവന്നു, 40% ടാക്സ്. ഇത് സിൻ ഗുഡ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആരും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സിഗാർ, ഇതൊക്കെ 40%-ലേക്ക് സിൻ ഗുഡ്സ്. ഗവൺമെൻറ് ഡസൻ വാണ്ട് പീപ്പിൾ ടു യൂസ് ദോസ് ഗുഡ്സ്. ഈ സാധനങ്ങൾ ആൾക്കാർ ഉപഭോഗം നടത്തുന്നത് ഗവൺമെൻറ് അത്ര താല്പര്യമില്ല. സിഗാർ എന്നൊക്കെയുള്ള ഇതൊക്കെയാണ് സിൻ ഗുഡ്സ്. 40%-ലേക്ക് പോകും. ബാക്കിയെല്ലാം തന്നെ ഏതാണ്ട് 5%, 18%-ലേക്ക് മാറ്റപ്പെടും. പക്ഷേ ഇപ്പോഴും സ്വർണത്തിന് 3% നിലനിൽക്കുന്നു,
പാല്, മുട്ട എന്നിവ ചില സാധനങ്ങൾ. അത് പാലും മുട്ടയും ടാക്സിൽ നിന്ന് ഒഴിവാക്കാൻ ലോകമെമ്പാടും അങ്ങനെ തന്നെയാണ്. കാരണം പാലും മുട്ടയാണ് ദ യൂണിവേഴ്സൽ സോഴ്സസ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ഏറ്റവും നല്ല സോഴ്സ്, ഏറ്റവും യൂണിവേഴ്സലായിട്ടുള്ളൊരു സോഴ്സ്, എല്ലായിടത്തും ലഭ്യമായൊരു സോഴ്സാണ് പാലും മുട്ടയും. അതുകൊണ്ടാണ് പാലിനും മുട്ടയും ലോകമെങ്കും ടാക്സ് ഇല്ലാത്തത്. അപ്പോൾ ഈ പറയുന്ന GST മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായും ആൾക്കാർ വളരെ സ്വീകരിക്കും എന്നാണ്, സമൂഹവും ഒക്കെ സ്വീകരിക്കുമെന്നാണ് നമുക്ക് കരുതേണ്ടത്. പക്ഷേ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. സർവീസുകളുടെ ടാക്സ് ഇപ്പോഴും 18% തന്നെ നിൽക്കുകയാണ്. സർവീസ് ടാക്സ് അത് തീർച്ചയായും കുറയ്ക്കണം. വിദ്യാഭ്യാസത്തിന് നമ്മുടെ കോച്ചിങ് സെൻറ്റേഴ്സ്, ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ 18% ടാക്സാണ് കൊടുക്കുന്നത്. മറ്റൊരു കാര്യം, ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ 18% ടാക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വിഭാഗത്തിൽ ട്രാവലിംഗ് കോസ്റ്റ് കൂടുന്നു. ഇത്രയും കാലം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു സമ്മർ ഡെസ്റ്റിനേഷനാണ് ലോകത്തിൻ്റെ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ. നമ്മുടെ ഹോട്ടൽ റൂമുകളുടെ ടാരിഫുകളെല്ലാം വളരെ 28% വരുന്നത്. 7,500 രൂപയ്ക്ക് മുകളിലുള്ള റൂമുകൾക്ക് 28% ടാക്സാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അൺഅഫോർഡബിൾ ആകും. എന്നാൽ മറ്റ് സമ്മർ ഡെസ്റ്റിനേഷൻസായ ശ്രീലങ്ക, മലേഷ്യ ഇവരെല്ലാം ഹോട്ടൽ റൂമുകളുടെ നിരക്ക് കുറച്ച് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം ആൾക്കാർ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ അതിനകത്ത് നമുക്കൊരു യുക്തിപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യും. GST എന്നൊരു സംഭവത്തെക്കുറിച്ച്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ കുറിച്ച് ഏതാണ്ട് രൂപ നിങ്ങൾ കിട്ടിക്കാണും. പിന്നെ കേരളം പോലെ ചില ഉപഭോക്തൃ സംസ്ഥാനങ്ങൾ ഇതിനകത്ത് പരാതി പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പ്രതീക്ഷിക്കുന്നത്, അവർ പറയുന്നത് അവരുടെ ടാക്സ് കുറയും. നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടുന്ന ടാക്സ് കുറയും. നോക്കൂ, 2017 GST എന്നൊരു കാര്യം വന്നപ്പോൾ സംസ്ഥാനങ്ങൾ അവരുടെ ഒരു അധികാരമാണ് ഉപേക്ഷിച്ചത്, സറണ്ടർ ചെയ്തത്. കാരണം എന്താണ്? സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ചുമത്താനുള്ള, ഗുഡ്സുകളുടെ പുറത്ത് വിൽപ്പന നികുതി ചുമത്താനുള്ള പരിപൂർണമായ അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കായിരുന്നു. ആ അധികാരമാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ തീരുമാനിക്കുന്നത് കേരള ഗവൺമെൻറ്റിന് ഒരു പ്രോഡക്റ്റിൻ്റെ പുറത്തുള്ള ടാക്സ് ചുമത്താൻ അധികാരമില്ല. ആ അധികാരം GST കൗൺസിലിന് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവർ തുല്യമായ ടാക്സ് വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപഭോക്തൃ സംസ്ഥാനങ്ങളായ കേരളം ഒക്കെ ടാക്സിൽ കുറവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ കുറവ് വരുന്നത് ഞങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യണം, നികത്തി തരണം എന്നാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ അനുകൂലമായൊരു തീരുമാനം GST കൗൺസിൽ എടുത്തിട്ടില്ല. ഒരു പക്ഷേ ഇത് വെറും ആശങ്കകൾ മാത്രമായിരിക്കാം. നമുക്ക് ഒരു ടാക്സ് ബോയൻസി, ടാക്സ് വർദ്ധിക്കുന്ന ഒരു സംഭവം തന്നെ ഉണ്ടായേക്കാം. ഇനി ഇതിൻ്റെ മറ്റൊരു ഇഫക്റ്റാണ് എന്താണ്? ഇൻഫ്ലേഷൻ, വിലക്കയറ്റം കുറയും. വിലക്കയറ്റത്തിൻ്റെ പുറത്തുള്ള സമ്മർദ്ദം കുറയും എന്നതും വസ്തുതയാണ്. കാരണം സാധനങ്ങളുടെ വില കുറയുമ്പോൾ വിലക്കയറ്റം കുറയുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്നതാണ്, വിലക്കയറ്റം കുറയുമ്പോൾ ബാങ്ക് ലോണുകളുടെ പലിശ നിരക്കും കുറയാനുള്ള സാധ്യതയുണ്ട്. ഒരു വ്യാവസായികമായ ഒരു ഉന്നമനം, പുതിയൊരു ഊർജം കൊണ്ടുവരാൻ ഈ ഒരു ടാക്സ് റിഡക്ഷനിലൂടെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു ചെറിയ ധാരണ നൽകാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി. ഹാപ്പി ഓണം.